ഇപ്പം വെള്ളം ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഏത്തയ്ക്ക ചേർക്കാം. കാ വെന്തോന്ന് നോക്കാം. ഇത് നന്നായിട്ട് മുറിഞ്ഞു പോരുന്നുണ്ട്, കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. തീ അല്പം ഒന്ന് കൂട്ടി കൊടുക്കണേ. ഇത് നല്ല കട്ടി തേങ്ങാപ്പാലാണ്. ഇത് സാധാരണ ഉണ്ടാക്കുന്ന ഒരു ഏത്തയ്ക്ക ചാറുകറിയല്ല, ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഈ കറിക്ക്. ഇതിന് 2 പച്ച ഏത്തക്കയാണ് എടുത്തിരിക്കുന്നത്. ഇതിന് ഏത്തക്ക തന്നെയാണ് രുചി കേട്ടോ, മറ്റു കായേക്കാളും ഒക്കെ നല്ലത് ഏത്തക്കയാണ്. ഒരു 10-15 ചുവന്നുള്ളി ഇത് ചതച്ചെടുക്കാനുള്ളതാണ്. ഒരു പച്ചമുളക്, 5 വെളുത്തുള്ളി അല്ലി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു തക്കാളിപ്പഴം, കുറച്ച് കറിവേപ്പില, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കടുക്, ഒരു 1/4 ടീസ്പൂൺ ഉലുവ, 2 വറ്റൽമുളക്, 3/4 കപ്പ് തേങ്ങയുടെ 1/4 പാല്, ഉപ്പ്, വെളിച്ചെണ്ണ, വെള്ളം. ഞാൻ എൻ്റെ വാഴക്കയുടെ ഈ വശം മാത്രം ഇങ്ങനെ ചെത്തിക്കളഞ്ഞിട്ടേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. ഒത്തിരി കനമില്ലാതെ ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്യണം. ഇതിൻ്റെ കറ പോകാനായിട്ട് കട്ട് ചെയ്ത ഉടനെ കഞ്ഞിവെള്ളത്തിലേക്ക് മാറ്റാം. ഇല്ലെങ്കിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത വെള്ളത്തിലിട്ടാലും മതി. ഞാൻ ചൂടാറിയ കഞ്ഞിവെള്ളത്തിലിട്ടാണ് ഇതിൻ്റെ കറ കളയുന്നത്. ഇതൊരു 10 മിനിറ്റ് എങ്കിലും കഞ്ഞിവെള്ളത്തിലിട്ടിരിക്കണം. എന്നിട്ട് ഒരു 3-4 പ്രാവശ്യം പച്ചവെള്ളത്തിൽ കഴുകിയെടുക്കണം. വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ഇഞ്ചിയും ചതച്ച് വെച്ചിട്ടുണ്ട്, പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്, തക്കാളിപ്പഴം അരിഞ്ഞും വെച്ചിട്ടുണ്ട്. 10 മിനിറ്റ് കഞ്ഞിവെള്ളത്തിലിട്ടതിന് ശേഷം ഒരു 4-5 പ്രാവശ്യം പച്ചവെള്ളത്തിൽ കഴുകിയെടുത്തതാണ്. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല. ഇതിനൊന്നും അളവൊന്നും പ്രത്യേകം ഇല്ല, ഇത് ബാക്കിയെല്ലാം നമ്മൾ ഇതിൻ്റെ അകത്ത് വീണ്ടും ചേർക്കാനുള്ളതാണ്. ഉപ്പ്, ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ, ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിരുമ്മിയെടുത്ത് വെക്കാം. ഇത് നമുക്കൊരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ചൂടായ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഇതിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് നമുക്ക് 2 പ്രാവശ്യമായിട്ട് വറുത്ത് പോരാം. ഇതൊരു 3/4 വേവിലെടുത്ത് മാറ്റാവേ. ഒരു 3-4 മിനിറ്റായി. നമുക്കിതൊന്നും നോക്കാം. ഇതൊന്നും തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം ഇതൊരു 3/4 ഭാഗം വെന്തിട്ടുണ്ട്. നമുക്ക് മാറ്റാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇത് നാടൻ കറി ആയതുകൊണ്ട് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുക് ചേർക്കാം. ഉലുവയും ചേർക്കാം. പച്ചമുളക് ചേർക്കാം. കറിവേപ്പില ചേർക്കാം. അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കാം.
ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. കൂടെ തന്നെ പച്ചമുളകും കൂടെ ചേർക്കാം. ഇതൊന്ന് നന്നായിട്ട് വഴന്ന് വരണം. ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറി കിട്ടണം. ഇനി അതിലേക്ക് തീ കുറച്ച് വെച്ചിട്ട് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇനി ബാക്കിയിരിക്കുന്ന അവസാനം ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇത് പൊടികളൊന്ന് മൂത്ത് അതിൻ്റെ പച്ചമണം മാറിക്കിട്ടണം. പൊടികളെല്ലാം നന്നായിട്ട് വഴന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിപ്പഴം ചേർക്കാം. ഒരൽപ്പം ഉപ്പും കൂടെ ചേർക്കാം. തക്കാളിപ്പഴം ഒന്ന് വെന്തുടഞ്ഞ് വരാനായിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ചേർക്കാം. ഇതൊരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഇടയ്ക്കൊന്ന് ഇറക്കി കൊടുക്കണം. നമുക്കൊന്ന് നോക്കാവേ. മസാലയൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി തക്കാളിപ്പഴമൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. തീ കൂട്ടി വെക്കണം. ഞാനിവിടെ 1 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഈ തീ കൂട്ടി വെച്ചൊന്ന് തിളച്ച് വരണം. ഇപ്പം വെള്ളം ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഏത്തയ്ക്ക ചേർക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് തീ ഒന്ന് കുറച്ചിട്ടിട്ട് നന്നായിട്ട് ഇത് വെന്ത് വരണം. തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കാം. അപ്പോൾ ഇത് ചെറുതിയിൽ ഒരു 5-6 മിനിറ്റ് മൂടി വെച്ചിരുന്നതാണ്. ഇനി ഒന്ന് നോക്കാം. വെന്തോന്ന് നോക്കാം. ഇത് നന്നായിട്ട് മുറിഞ്ഞു പോരുന്നുണ്ട് കണ്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. തീ അല്പം ഒന്ന് കൂട്ടി കൊടുക്കണേ. ഇത് നല്ല കട്ടി തേങ്ങാപ്പാലാണ്. ഞാൻ 1.5 കപ്പ് തേങ്ങയിൽ നിന്നെടുത്ത തേങ്ങാപ്പാലാണ്. ഒന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് ബാക്കി വെച്ചിരിക്കുന്ന ഗരം മസാലയും അല്പം കറിവേപ്പിലയും ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ. തീ ഓഫ് ചെയ്ത് ഇതൊന്ന് മൂടി വെക്കാം. ഒരു 2-3 മിനിറ്റ് മൂടി വെക്കണം. ഇപ്പോൾ ഇത് മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റായി. ഇനി ഒന്ന് നോക്കാം. നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. പച്ച ഏത്തയ്ക്ക കൊണ്ട് ഊണിന് പറ്റിയ നല്ല ഒരു ഒഴിച്ചുകറി. ഇത് സാധാരണ ഉണ്ടാക്കുന്ന ഒരു ഏത്തയ്ക്ക ചാറുകറിയല്ല. ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഈ കറിക്ക്. നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പുതിയ രീതിയിലുള്ള ഏത്തയ്ക്ക ചാറുകറി റെഡിയായി. ഇനി നമുക്ക് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. ഈ കറിയും ഇതുണ്ടാക്കുന്ന രീതിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യണം, കമൻസ് അറിയിക്കണം. പുതിയ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.